നമസ്കാരം. എറാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന അർജന്റീന വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ ഒരു കിടിലൻ ഗോൾ നേടി ലൂയിസ് ഡയസ്. എന്നാൽ പിന്നീട് തിയാഗോ അൽമേഡയുടെ ഗോളിന് അർജന്റീന സമനില പിടിച്ചു. ആ ഘട്ടത്തിൽ ലൂയിസ് ഡയസിനോട് ലയണൽ സ്കലോനി വളരെ അനിമേറ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെന്താണെന്ന തരത്തിൽ അറിയാൻ വേണ്ടി പല ഫുട്ബോൾ പ്രേമികളും ആകാംക്ഷയോടുകൂടി ഇന്നലെ തിരഞ്ഞൊരു സംഭവമാണത് സോഷ്യൽ മീഡിയകളിലൊക്കെ. അറിയാമല്ലോ, ഇന്നലെ ഓട്ടാമെൻറ്റി ഒരു കൊളംബിയൻ താരവുമായിട്ട് പ്രശ്നമുണ്ടാക്കിയതും മെസ്സിയും ഹാമിസ് റോഡ്രിഗസും തമ്മിലുണ്ടായതും ഒക്കെ ചർച്ചയായപ്പോൾ എന്താണ് സ്കലോനി ഈ ഗോൾ സ്കോററോട് പിന്നീട് പറഞ്ഞത് എന്നുള്ളത് ചർച്ചയുണ്ടായിരുന്നു. ഇന്നലെ കളി കഴിഞ്ഞിട്ട് ആ ചോദ്യം തീർച്ചയായിട്ടും സ്കലോനിയോട് തന്നെ മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു. അതിന് സ്കലോനി പറഞ്ഞത്, ഞാൻ വിചിത്രമായിട്ട് സ്ട്രെയിഞ്ചായിട്ട് ഒന്നും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, അതൊരു നോർമൽ കോൺവെർസേഷൻ ആയിരുന്നു. എനിക്കറിയില്ല ഇനിയിപ്പോൾ അദ്ദേഹം അത് തുറന്നു പറയുമോ എന്ന്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയർ എന്ന നിലക്ക് എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, നത്തിങ് സ്ട്രെയിഞ്ച് എന്നാണ് സ്കലോനി പറഞ്ഞത്. ഒടുവിൽ ഇപ്പോൾ ലൂയിസ് ഡയസ് തന്നെ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയത്ത് സ്കലോനി, ഞാൻ വളരെയധികം ദേഷ്യപ്പെട്ട് നിൽക്കുന്നതാണ് കണ്ടത്. ആ സമയം ഞങ്ങൾ ഗോൾ വഴങ്ങിയ ആ കളിയുടെ നീക്കത്തെക്കുറിച്ച് എനിക്ക് വലിയ ദേഷ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പം എൻ്റെ ഒരു ടീമിലെ സഹതാരം അവിടെ വീണ് കിടക്കുകയായിരുന്നു. റഫറി ആ സമയത്ത് വിസിൽ മുഴക്കാൻ തയ്യാറായില്ല, ഫൗള് വിളിക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഞാൻ ശരിക്കും ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ സ്കലോനി എന്നോട് പറഞ്ഞു, അവിടെ റഫറിയുടെ കുറ്റമല്ല, ഞങ്ങളുടെ താരത്തെയും ബ്ലെയിം ചെയ്യണം, എൻ്റെ സഹതാരത്തെയും കുറ്റപ്പെടുത്തണം. കാരണം അങ്ങനെ സ്വയം അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റിൽ ഗ്രൗണ്ടിലേക്ക് അങ്ങ് വീണുരുളാൻ പാടില്ല എന്നാണ് സ്കലോനി എന്ന് എന്നോട് പറഞ്ഞത്. അദ്ദേഹം വളരെ ബഹുമാനം ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ്, റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. നല്ല തരത്തിലുള്ള ഗെയിമാണ് ഞാൻ കളിക്കുന്നത് എന്നോട് പറഞ്ഞു. അത് കീപ്പ് ഇറ്റ് അപ്പ് എന്ന് അദ്ദേഹം എനിക്ക് ആശംസ നൽകുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇതേ രൂപത്തിൽ മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും എന്നുകൂടി ലൂയിസ് ഡയസ് പറഞ്ഞു. ചുരുക്കത്തിൽ ആ ചിത്രമൊക്കെ കാണുമ്പോൾ രണ്ടുപേരും തമ്മിൽ എന്തോ വളരെ അനിമേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന പോലെ, സ്കലോനിയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ സംഗതി അതല്ല. അദ്ദേഹം പറഞ്ഞത് റഫറിയുടെ മാത്രം പ്രശ്നമല്ല, നിന്റെ കൂട്ടുകാരനെ കൂടി പറയണം, ഇത്തരം ഒരു നീക്കത്തിൻ്റെ സമയത്ത് വെറുതെ ഗ്രൗണ്ടിലേക്ക് വീഴാൻ പാടില്ല എന്നാണ് സ്കലോനി പറഞ്ഞത്. അതും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സ്കലോനി സംസാരിച്ചിരിക്കുന്നത് എന്ന് ലൂയിസ് ഡയസ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.